അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം തിരിച്ച് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, ഓ മനുഷ്യന് കൈയും കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ, മലയും ചുമന്നൊരു മല കയറേണ്ടി വന്നില്ല എനിക്ക് എന്നൊക്കെ പറയും. അപ്പോൾ രേവതിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ രേവതി പറയും, നിങ്ങൾ മിണ്ടാതിരുന്നോട്ടോ, എന്നെ ഇങ്ങനെ കളിയാക്കിയാണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, നല്ല വിശപ്പുണ്ട്, നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സച്ചിയും രേവതിയും വരുന്നത് ശ്രീകാന്ത് കാണും. അപ്പോൾ ശ്രീകാന്തിനെ ആദ്യം തന്നെ രേവതി കാണും കേട്ടോ. അപ്പോൾ രേവതി സച്ചിനെയും വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് വേഗം ഓടി വരും. അപ്പോഴത്തേനും ശ്രീകാന്ത് സച്ചിയുടെ അടുത്തേക്ക് വേഗം ഓടി വന്നിട്ട്, സച്ചിയേട്ടാ വായു സച്ചിയേട്ടാ, ഞാൻ കുറേ കാണണമെന്ന് വിചാരിക്കുന്നു, സച്ചിയേട്ടൻ വാ നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ സച്ചി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഹോട്ടലിലത്തെ എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ, അത് കുഴപ്പമൊന്നുമില്ല ചേട്ടൻ വായോ, ഏട്ടൻ എന്നോട് ഇപ്പോഴും ദേഷ്യനോട് മാറിയില്ലേ എന്നൊക്കെ തന്നെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, എനിക്ക് നിന്നോട് ഒരിക്കലും ദേഷ്യം മാറില്ല, എങ്ങനെ മാറാനാ, നീ എൻ്റെ അച്ഛനെ ജയിലിൽ കയറ്റി, ആൾക്ക് വയ്യാതെയായി, എല്ലാം നീ കാരണ, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വർഷ പറയും, ഇതെന്തത്, ഞങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത്ര മാത്രം ദേഷ്യം കാണിക്കാൻ എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും, നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇപ്പം കല്യാണം കഴിക്കണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി, എല്ലാവരും സമ്മതിച്ചതിന് ശേഷം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങളത് അനുസരിച്ചില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ഞാനും എൻ്റെ സച്ചേട്ടനും തമ്മിൽ പിരിയേണ്ട അവസ്ഥ വരെയായി നിങ്ങൾ കാരണം, അതൊക്കെ നിങ്ങൾ കാരണം തന്നെയല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളോട് ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ ചെയ്തത് തെറ്റല്ലാന്ന് ഞാൻ എങ്ങനെയാണ് പറയുക എന്നൊക്കെ തന്നെ പറയട്ടോ. അപ്പോൾ വർഷ പറയും, ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പറയാണ്, രേവതിയെടുത്തി ഒന്നും അറിഞ്ഞിട്ടില്ല, എനിക്ക് രേവതിയെടുത്തിയുടെ അനുഗ്രഹം വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതാണെന്നൊക്കെ പറയാൻ അങ്ങനെ തുടങ്ങും. അപ്പോൾ സച്ചി പറയും, മിണ്ടാതെ നിൽക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട, നീ ആ മധുസൂദനൻ്റെ മകളല്ലേ, ആ ഗുണം നീ കാണിക്കാതിരിക്കില്ല, നിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ ഇതാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കട്ടോ. അപ്പോൾ ഇത് വർഷം കുറേ ഓരോന്ന് വർഷം ദേഷ്യപ്പെട്ട് പറയും. അപ്പോൾ നീ പഠിപ്പുണ്ടെന്ന് വെച്ചിട്ട് അത് എൻ്റെ അടുത്ത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.